പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ നിന്ന് അയ്യോ പാവം കാട്ടി അഭയാർത്ഥികളായി ബ്രിട്ടനിലേക്ക് ചേക്കേറിയത് ലക്ഷങ്ങളാണ്. തങ്ങളുടെ ഉള്ളിൽ ഊറിക്കൂടി തണുത്തുറഞ്ഞു കിടക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അജണ്ടകൾക്കൊക്കെ അടക്കിപ്പിടിച്ച് ജോലി ചെയ്ത് ജീവിക്കുന്നവരും കൃത്യമായ പദ്ധതികളോടെ ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി തങ്ങളുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ ഒരുങ്ങുന്നവരും വോട്ട് ബാങ്കുകൾ കാട്ടി ലിബറൽ ആശയങ്ങൾ പേറുന്ന സർക്കാരുകളെ തങ്ങളുടെ സ്വാധീനത്തിൽ നിർത്തുന്നവരും ഇത്തരക്കാർക്കിടയിൽ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ പെരുകിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു ക്രിമിനൽ സംഘമാണ് ബ്രിട്ടനിലെ പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുവാൻ ആസൂത്രിതമായ പദ്ധതികളുമായി രംഗത്തിറങ്ങിയ ഗ്രൂമിംഗ് ഗ്യാങ്ങുകൾ. പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നുമുള്ള ഇത്തരക്കാരുടെ സംഘടിത പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ കഴിഞ്ഞ നാളുകളിൽ ലോകം മുഴുവൻ അറിഞ്ഞത് അവരിൽ ചിലരെ നൂറുകണക്കിന് വർഷങ്ങളിലേക്ക് തടവ് ശിക്ഷയ്ക്ക് വിധിക്കുകയും ചിലരെ വന്ന വഴിക്ക് നാടുകടത്തുകയും ചെയ്യത്തക്ക നിലയിൽ ബ്രിട്ടനിൽ ചില ശക്തമായ നടപടികൾ ഉണ്ടായപ്പോഴായിരുന്നു. ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും ആ വിഷയത്തിലേക്ക് എത്തിച്ചുകൊണ്ട് മാധ്യമ രാജാവായ എലോൺ മസ്ക് അടക്കമുള്ളവർ അന്ന് ആ വിഷയങ്ങൾ അതിശക്തമായി തന്നെ ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. ഗ്രൂമിംഗ് ഗ്യാങ്ങിൻ്റെ അതിക്രമങ്ങളൊക്കെ ഏറെക്കുറെ ശമിച്ചു എന്ന ഒരു പ്രതീതി അതോടെ ഉണ്ടായെങ്കിലും അത്തരം പ്രതീക്ഷകളെ ആകെ അട്ടിമറിച്ചുകൊണ്ട് ഇപ്പോഴിതാ അഫ്ഗാനിസ്ഥാൻകാരനായ ഒരു കുടിയേറ്റക്കാരൻ കേവലം 16 വയസ്സ് മാത്രമുള്ള ഒരു സിഖ് പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരിക്കുകയാണ്. 34 വയസ്സുള്ള ഈ അഫ്ഗാൻകാരൻ കേവലം 16 വയസ്സ് മാത്രമുള്ള സിഖ് പെൺകുട്ടിയെ കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന ആരോപണത്തെ തുടർന്ന് ഞായറാഴ്ച രാത്രി ഹൗൺസ്ലോയിലെ ഒരു കൗൺസിൽ ഫ്ലാറ്റിന് പുറത്ത് ഏകദേശം 200ഓളം സിഖ് പുരുഷന്മാരും സ്ത്രീകളും ഒത്തുകൂടി അതിശക്തമായ പ്രതിഷേധങ്ങൾ നടത്തിയതോടെയാണ് ഈ വിവരങ്ങൾ പുറത്തറിഞ്ഞത്. അങ്ങേയറ്റം ആഭാസനായ അഫ്ഗാൻകാരൻ്റെ കുരുക്കിൽപ്പെട്ട് വീട് വിട്ട് ഇറങ്ങി അയാളോടൊപ്പം താമസിക്കാൻ ആ പെൺകുട്ടി പോയതിൽ ആശങ്കാകുലരായ അവരുടെ മാതാപിതാക്കൾ സ്ലോയിലെ ഒരു ഗുരുദ്വാരയിൽ സഹായം തേടുകയും തുടർന്ന് ശക്തമായ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുകയുമായിരുന്നു. 14 വയസ്സ് മുതൽ പെൺകുട്ടി അയാളെ കാണുന്നതാണെന്നും വ്യക്തമാക്കിക്കൊണ്ട് അവർ സോഷ്യൽ മീഡിയയിലെ വീഡിയോകളിലൂടെ ആ ക്രിമിനലിനെ നേരിടുകയും അയാൾക്കെതിരെ പിഡോഫിലിയ എന്ന ബാല ലൈംഗികാതിക്രമ കുറ്റം ചുമത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് എത്തി ആ അഫ്ഗാനിയെ കസ്റ്റഡിയിലെടുക്കുകയും പെൺകുട്ടിയെ അവളുടെ കുടുംബത്തിന് തിരികെ നൽകുകയും ചെയ്തു. 2 പതിറ്റാണ്ടിലധികമായി ബ്രിട്ടനിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ഭീകരമായ തിന്മയാണ് പാകിസ്ഥാനികളും അഫ്ഗാനികളുമായ ക്രിമിനലുകൾ നേതൃത്വം കൊടുത്ത ഗ്രൂമിംഗ് ഗ്യാങ്. പ്രണയക്കെണികളും പീഡനങ്ങളും വെള്ളക്കാരികളായ പെൺകുട്ടികളെ മാലിന്യങ്ങൾ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ അടങ്ങാത്ത ജഡാസക്തികൾ ശമിപ്പിക്കാൻ ഈ അധമക്കൂട്ടങ്ങൾ അവലംബിച്ചത് 2 മാർഗങ്ങളായിരുന്നു. ഒന്നാമത്തേത്, ബ്രിട്ടീഷുകാരായ പെൺകുട്ടികളെ ഡേ കെയർ സെൻ്ററിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി അജ്ഞാത കേന്ദ്രത്തിലിട്ട് അങ്ങേയറ്റം അശ്രദ്ധയോടെ വർഷങ്ങളോളം വളർത്തിയെടുത്തിട്ട് ആകുന്ന വിധത്തിലെല്ലാം അവരെ ദുരുപയോഗിക്കുകയും അങ്ങനെ തട്ടിക്കൊണ്ടു പോകാൻ കഴിയാത്തവരെ വഴിവെക്കിലും ബസ് സ്റ്റേഷനിലുമൊക്കെ വെച്ച് പരിചയപ്പെട്ടിട്ട് അവർക്ക് അല്ലറ ചില്ലറ സഹായങ്ങളും സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് അവരുടെ വിശ്വാസം നേടിയെടുത്തും ഈ ക്രിമിനൽ താവളത്തിലെത്തിച്ച് ക്രൂരമായ ലൈംഗിക പീഡനങ്ങൾക്ക് ഉപദ്രവങ്ങൾക്കും ഏൽപ്പിച്ച് മൃതപ്രായക്കാരാക്കുന്ന ഏറ്റവും ഭീകരമായ ഉപദ്രവമായിരുന്നു ഈ ഭീകരന്മാരായ ക്രിമിനലുകൾ ചെയ്തുകൊണ്ടിരുന്നത്. റോച്ച്ഡൈൽ കേന്ദ്രമായിട്ടായിരുന്നു പാക് അഫ്ഗാൻ ഗ്രൂമിംഗ് ഗ്യാങ്ങുകൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ടും അധികാരികളുടെയും നിയമപാലകരുടെയും ഗൂഢമായ ഒത്താശയോടെ വടക്കൻ ബ്രിട്ടനിലെ മാഞ്ചസ്റ്ററിന് സമീപം സാധാരണക്കാരായ ബ്രിട്ടീഷുകാർ താമസിക്കുന്ന റോച്ച്ഡെയിലിൽ 2ലധികം പതിറ്റാണ്ടുകളായി ബ്രിട്ടീഷ് പെൺകുട്ടികളെ മാത്രം തെരഞ്ഞുപിടിച്ച് പിച്ചി ചീന്തുകയായിരുന്നു ഈ നരാധനന്മാർ ചെയ്തുകൊണ്ടിരുന്നത്. മുമ്പ് ബ്രിട്ടൻ ഭരിച്ചുകൊണ്ടിരുന്ന ലേബർ സർക്കാരുകളുടെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക് ആയിരുന്ന കുടിയേറ്റക്കാരായ ഇസ്ലാമിക സമൂഹത്തിൻ്റെ വോട്ടുകൾ ആസക്തികളുടെ മൂർധന്യതയിൽ വിത്തുകാളകളെ പോലെ അലഞ്ഞു നടന്ന ആ നരാധമന്മാരെ കയ്യാമം വെച്ചാൽ നഷ്ടപ്പെടുമെന്ന ആശങ്കയാൽ പരാതികളെ ഇസ്ലാമോഫോബിയയുടെ ഗണത്തിൽപ്പെടുത്തി കേസെടുത്താൽ വർഗീയ വിഭജനമുണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് കണ്ണടച്ച് തള്ളുകയായിരുന്നു അധികാരികൾ. അതിൻ്റെ പരിണിത ഫലമായി ഈ തെമ്മാടിക്കൂട്ടങ്ങൾ പെരുകയും
പാവപ്പെട്ടവരായ ബ്രിട്ടീഷ് കുടുംബങ്ങളിലെ പെൺകുട്ടികളെ ചിരിച്ച് മയക്കിയും സമ്മാനങ്ങൾ കൊടുത്ത് വശത്താക്കിയും ആദ്യം പ്രണയത്തിലും പിന്നീട് മയക്കുമരുന്നിൻ്റെ മാരക ലഹരിയിലേക്ക് തള്ളിവിട്ട് അവരെ നശിപ്പിച്ച് മൃതപ്രായരാക്കുകയുമായിരുന്നു ഈ ക്രിമിനലുകൾ. പല പെൺകുട്ടികളെയും പിന്നീട് കാണാതാവുകയോ മയക്കുമരുന്നിനടിമയായി മരണപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുകയോ ചെയ്തു. ഭീകരമായ ഇത്തരം ലൈംഗിക വേട്ടയ്ക്ക് ഇരയായ ഈ പെൺകുട്ടികളുടെ മാതാപിതാക്കന്മാരിൽ ചിലർ നടത്തിയ നീണ്ട കാലത്തെ നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ 2012 പാകിസ്ഥാനികളായ ചില ക്രിമിനലുകൾ അറസ്റ്റിലായി. വെള്ളക്കാരികളായ കൗമാരക്കാരികളെ മാത്രം നശിപ്പിക്കാൻ കച്ചമുറക്കി ഇറങ്ങിയ ഈ കാബാലിക സംഘത്തിൻ്റെ ടാർഗറ്റുകൾ മാറുന്നു എന്ന് തെളിയിക്കുന്ന സംഭവം കൂടെയാണ് ഇപ്പോൾ ഈ സിഖ് പെൺകുട്ടിയെ പീഡനത്തിനിരയാക്കിയ ഈ സംഭവം. ഇയാളുടെ ഫ്ളാറ്റിലേക്ക് പ്രായപൂർത്തിയാകാത്ത നിരവധി പെൺകുട്ടികൾ പോകുന്നത് മുമ്പും കണ്ടിട്ടുണ്ടെന്ന് വ്യക്തമാക്കിക്കൊണ്ട് അയൽവാസിയായ ഒരാൾ രംഗത്തെത്തി. വെള്ളക്കാരി പെൺകുട്ടികളെ കടന്ന് സിഖ് പെൺകുട്ടികളിലേക്കും ക്രൂരമായ ലൈംഗിക പീഡനത്തിൻ്റെ മുഖം വെളിപ്പെട്ടിരിക്കുന്നതിനാൽ നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന പെൺകുട്ടികളും അവരുടെ മാതാപിതാക്കളും ജാഗ്രത പാലിക്കേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ ചെന്നെത്തിയിരിക്കുന്നത്.